അടിച്ച സനിയ എവിടേക്കാ പോണേ? എവിടെച്ചാ അവിടെ ഷൂ കാണാനില്ല, ഞങ്ങൾ പെപ്പിട്ടൂലേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നത്. വീഡിയോ പോസ്റ്റ് ചെയ്യാനും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്താ പറയുക, മഴ തുടങ്ങിയപ്പോൾ തന്നെ ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ വീഡിയോ എന്ന് വെച്ച് നമ്മുടെ ചേച്ചിയുടെ മോളുടെ വയസ്സറിയിക്കൽ ചടങ്ങാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപാടിക്ക് നമ്മളെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. പണ്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, തെരണ്ട് കല്യാണം, അതുപോലെ പ്രായപൂർത്തിയാവുക, അങ്ങനത്തെ ഒരു ചടങ്ങാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വീട്ടിൽ നിന്ന് തന്നെ ഓട്ടോറിക്ഷയിലാണ് വന്നത്. അപ്പോൾ നമ്മുടെ അഗിച്ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു, അച്ഛനും അമ്മയും കുഞ്ഞാറ്റി സാനും എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം കുഞ്ഞാറ്റിക്ക് ഒരു ജോഡി എന്തായാലും ഡ്രസ്സൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം ഇവിടെ വന്ന് അവൾ ആകെ അലങ്കോലാക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അഗിച്ചേച്ചി, ഏട്ടൻ്റെ വല്യച്ഛൻ്റെ മോളാണ് കേട്ടോ. അവിടെ ചെന്നപ്പോഴാണെന്ന് വെച്ചാൽ അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ വെക്കേഷൻ ആയാലും നമുക്ക് അങ്ങനെ പുറത്തേക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ സനുവിനെ കിളിക്കുട്ടീനെ കണ്ട സന്തോഷം, കുഞ്ഞാറ്റി എല്ലാവരും കൂടിയപ്പോൾ ഫുള്ള് കളിയും ചീരിയൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഏകദേശം ചടങ്ങൊക്കെ തുടങ്ങാനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മായി എല്ലാവരും കൂടിയിട്ടും ലഡ്ഡും ജിലേബിയും അതുപോലെ എല്ലാതും പാത്രത്തിലൊക്കെ സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. ലഡ്ഡും ജിലേബിയൊക്കെ ടേബിളിൻ്റെ മുകളിൽ വെച്ചപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞു പിള്ളേർ അതിന് പകുതിയാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓരോ ട്രിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴും നമ്മുടെ കുഞ്ഞാറ്റി ആയാലും സനു ആയാലും കിളിക്കുട്ടി ആയാലും അതൊന്ന് ഓരോന്നൊക്കെ എടുത്ത് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ അമ്മ സുന്ദരി കുട്ടിയായിട്ട് നമ്മൾ ചെന്നപ്പോഴേക്ക് റെഡി ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതാ പിന്നെ എല്ലാ സാധനങ്ങളും നിരത്തി ഒക്കെ നമ്മൾ ചടങ്ങുകളൊക്കെ ഏകദേശം തുടങ്ങാനായിട്ടുള്ളൊരു ഇതിലായിരുന്നു കേട്ടോ, പരിപാടിയിലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ചടങ്ങുകളൊക്കെ എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു കേട്ടോ. എന്താ പറയുക, നമ്മളിപ്പോൾ മറ്റുള്ളവരെ ഇങ്ങനെ ഓരോ ചടങ്ങിനൊക്കെ പോകുന്നത് എന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ പകുതിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ചടങ്ങൊക്കെ കഴിയാറ് അങ്ങനെയൊക്കെയല്ലേ പോകാറ്. നമ്മുടെ ഫാമിലീസിൻ്റെ മാത്രമാണല്ലോ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ കാണുന്നതും. ആദ്യം മുതലേ ഒന്ന് അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫാമിലീസിൻ്റെ മാത്രമായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഈ എന്തൊക്കെ ചടങ്ങുകളെന്നും അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനൊക്കെ പറ്റിയിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. എന്താ പറയുക, ഒരു കുഞ്ഞു കല്യാണത്തിൻ്റെ ഒരു ഫീൽ തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആദ്യം നമ്മുടെ രാഗി ചേച്ചി തന്നെയാണ് കേട്ടോ ചടങ്ങുകളൊക്കെ ഇങ്ങനെ തുടങ്ങി വെച്ചത്. നമ്മുടെ അമ്മുക്കുട്ടർ അമ്മയാണ് കേട്ടത്. അപ്പോൾ എന്താ പറയുക, രണ്ട് സൈഡിലും ചന്ദനും മഞ്ഞളും ഒക്കെ നല്ല പോലെ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എന്തെങ്കിലും മധുരം വായയിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ എല്ലാവരും അച്ഛനും അച്ഛമ്മ അമ്മമ്മ അപ്പാപ്പൻ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താ പറയുക, ആർക്കും വേർതിരിവില്ലാണ്ട് ആൺ പെൺ അങ്ങനെയൊന്നും ഇല്ലാണ്ട് ഒരു വ്യത്യാസവും ഇല്ലാണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ചടങ്ങാണ് കേട്ടോ. നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. ഇത് നമ്മുടെ ചേച്ചിയുടെ അച്ഛനാണ് കേട്ടോ. അപ്പോൾ മാമനാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്ത് വഴക്കല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടുള്ള ചെറിയ ചെറിയ കോമഡികളൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മൊത്തം ഫുള്ള് ചിരി തന്നെയായിരുന്നു. പിന്നെ ചേച്ചി എല്ലാവരെയും വിളിച്ചിട്ട് ഓരോരുത്തരെയും കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, നമ്മുടെ ഒരു പെൺകുട്ടി വളർന്ന് ഈ ഒരു പ്രായത്തിലെത്തുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് അല്ലേ. ആ സത്യം പറഞ്ഞാൽ നമുക്ക് ചേച്ചിയുടെ മുഖത്തുനിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മുടെ അമ്മുക്കുട്ടിയുടെ മേമയാണ് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ സനുവിനൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൾ മധുരമൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ കാണണേ. ഇവർക്കിതൊന്നും അറിയില്ലെങ്കിൽ പോലും സത്യം പറഞ്ഞാൽ ഇവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് കേട്ടോ. പിന്നെ ഞാനും അതിൻ്റെ ഇടയിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സനു ആണെങ്കിൽ അവൾ പൊതുവെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും കല്യാണ ചെക്കനൊക്കെ കാണുന്നതല്ലേ. അപ്പോൾ അവൾ ഇതിൻ്റെ ഇടയിൽ നമ്മളടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, കല്യാണ ചെക്കനില്ലാത്ത കല്യാണമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ ടോപ്പ് ഇട്ടിരിക്കുന്നത് ഓൺലൈനിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ കറക്റ്റ് ടൈമിൽ വന്ന കാരണം പറഞ്ഞതാണ്. അത്യാവശ്യം നല്ല റേറ്റ് കുറവൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ ഇങ്ങനത്തെ ഈ ടോപ്പ്. ഫീഡിങ്ങിനായാലും എല്ലാത്തിനായാലും എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ ചേച്ചി അഗിച്ചേച്ചീനെയൊക്കെ വിളിച്ചു കൊണ്ടുപോയിട്ട് എല്ലാവരും കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെന്താ പറയുക, ചേച്ചിയുടെ മുഖത്ത് ഭയങ്കര ടെൻഷനും അതിലുപരി ഒരുപാട് സന്തോഷവും കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, സ്വന്തം മകളുടെ ഈ ഒരു ചടങ്ങ് അത് നടത്തുമ്പോഴുള്ള ഒരു ടെൻഷനുണ്ട്. പക്ഷെ അതിലുപരി
നമ്മളിപ്പോൾ ഏതൊരു ചടങ്ങ് നടത്തുകയാണെന്ന് വെച്ചാലും അച്ഛനും മക്കളും ഫാമിലീസും അമ്മമ്മയും അച്ഛനും എല്ലാവരും കൂടി ചേർന്ന് നടത്തുമ്പോൾ അതിൽ പ്രത്യേക സന്തോഷം ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഏട്ടൻ ഇവിടെ നാട്ടിലില്ല, അപ്പോൾ അതിൻ്റേതായൊരു വിഷമമാണ് നമ്മുടെ രാഗി ചേച്ചിയുടെ മുഖത്ത് കാണാനുള്ളത്. അമ്മുക്കുട്ടിക്കായാലും അച്ഛൻ ഇവിടെ നാട്ടിലില്ലല്ലോ എന്നുള്ളൊരു സങ്കടം അവൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഏട്ടനാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ വീഡിയോ കോളൊക്കെ വിളിച്ചിട്ട് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് തന്നെ നമ്മുടെ രാജുവേട്ടന് വേണ്ടിയിട്ടാണ്. എല്ലാവരും അങ്ങനെ ചടങ്ങുകളൊക്കെ ചെയ്തൊക്കെ ചടങ്ങുകളൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഫുഡ് കൊടുക്കാനുള്ള ഏർപ്പാടിലായിരുന്നു കേട്ടോ. അടിപൊളി ചിക്കൻ ബിരിയാണിയൊക്കെ ആയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ സനുവിനെയും കിളിക്കുട്ടീനെയൊക്കെ ഇരുത്തിയിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ അവർ ഫുള്ള് തർക്കങ്ങളായിരുന്നു. അവർക്ക് എന്താ പറയുക, അണ്ടിപ്പരിപ്പ് വേണം, തക്കാളി വേണ്ട, അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം ഇടാൻ പറയുകയായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ നമ്മുടെ കുഞ്ഞാറ്റിക്കും വാരി കൊടുക്കണൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ എല്ലാവരും കൂടുന്നത് സത്യം പറഞ്ഞാൽ ഇതേപോലത്തെ ഫങ്ഷൻസിലൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവരും കൂടി സംസാരിക്കലും ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ. ഏകദേശം എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമ്മുടെ അമ്മുക്കുട്ടിയുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മുക്കുട്ടിക്ക് ഒരുപാട് ഡ്രസ്സോളും ഗോൾഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ഈ പരിപാടിയൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഇതാ ചേച്ചി നമ്മുടെ ഏട്ടനെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.